ഹലോ ഗൈസ്, ഇറ്റ്സ് മീ നൈസിക് ദ വ്ലോഗർ. സോ ഇന്നത്തെ വീഡിയോ ഇച്ചിരി ക്ലാരിറ്റി കുറവാണ്. ഞാനിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യട്ടെ, എൻ്റെ മാക്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ CR അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ടാക്സ് എത്രത്തോളം എങ്ങനെ വരുന്നത്, എന്നാണ് ഡേറ്റ്, അതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മൾ CRL അക്കൗണ്ട് വേണം. കനേഡിയൻ റവന്യൂ ഏജൻസി ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു, എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, വിശാൽ. അപ്പം ഞാൻ വെച്ചാൽ എന്നാൽ പിന്നെ അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് എന്താണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് കേട്ടോ. സോ നമ്മളിപ്പോൾ ആദ്യം നേരെ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഗൂഗിളിലോട്ട് പോവുക. നേരെ ഗൂഗിളിലോട്ട് പോയിട്ട് എവിടെ നേരെ ക്രോമിലോട്ട് പോവുക. ക്രോമിൽ പോയിട്ട് CRA ലോഗിൻ അടിക്കുക. CR ലോഗിൻ അടിക്കുമ്പോൾ ഈ ഫസ്റ്റ് വന്ന് നടക്കുന്ന സംഭവം കണ്ടോ, CRA സൈൻ ഇൻ സർവീസ് Canada.ca. നമ്മുടെ ഈ കാനേഡിയൻ എന്താണ് ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റുകൾക്കൊക്കെ അവസാനം ഈ .com വരാൻ .ca എന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഈ CRA സൈൻ ഇൻ സർവീസ് Canada.ca കയറുക. അതിൽ നിന്ന് ഈ മൈ അക്കൗണ്ടിൽ പോവുക. മൈ അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ 2 എന്ന് പറഞ്ഞിട്ട് യൂസിങ് എ CRA യൂസർ ID ആൻഡ് പാസ്വേഡ്. അതിനകത്ത് നമുക്ക് CRA സൈൻ എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് അക്കൗണ്ട് ഉള്ള ആളാണെങ്കിൽ നമ്മൾ CRA സൈൻ കൊടുക്കുക. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പുതിയ അക്കൗണ്ട് എടുക്കാൻ പോവായതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പോലെ നമ്മൾ നേരെ CRA രജിസ്റ്ററിൽ പോവുക. രജിസ്റ്ററിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഇവിടെ നമ്മുടെ ഇൻഷുറൻസ് നമ്പർ, നമ്മുടെ സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ ഉണ്ടല്ലോ, സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കാൻ നമുക്കൊരു സിൻ നമ്പർ എന്ന് പറയും. അപ്പം സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക രണ്ടാമത്തെ കോളത്തിൽ. മൂന്നാമത്തെ പറയുമ്പോൾ നമ്മൾ ടാക്സ് ഫയൽ ചെയ്തിട്ട് നമുക്ക് അവരുടെ കയ്യിൽ നിന്നൊരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു മെയിലോ വരും. അതിൻ്റെ അകത്ത് ഈ ലൈൻ 15,000 ലൈൻ നമ്പർ ഉള്ളതെന്ന് വെച്ചാൽ ഒരു കോളത്തിന് ഈ ഓരോരോ എമൗണ്ടിന് ഓരോ ലൈനിലാണ് ഈ എമൗണ്ട് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ ലൈനിനകത്ത് എഴുതി വെച്ചപ്പോൾ ഉണ്ടായിരിക്കും ഈ എത്രാമത്തെ ലൈനാണെന്ന് പറയാം. അപ്പം ഈ 15,000 എന്ന് എഴുതിയേക്കുന്ന ആ നമ്പറിൽ എത്രയാണോ തുക, ആ തുക നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 30,000 ആണെങ്കിൽ 30,000 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു ഏതാണ് നിങ്ങളുടെ ചിലവ് വരുന്ന ആ സാധനം അവിടെ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇതൊന്നും അടിക്കാത്തതുകൊണ്ട് വരത്തില്ല. ഞാനിത് മൊത്തം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോയിട്ട് അടുത്ത ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് വരുന്നത് വെച്ചാൽ ടാക്സ് ഇൻഫർമേഷൻ യൂസിങ് ദ സെയിം ഇൻകം ടാക്സ് ആൻഡ് ബെനിഫിറ്റ് റിട്ടേൺസ് ഫ്രം പ്രീവിയസ് പേജ്. അപ്പോൾ നേരത്തെ അകത്ത് 15,000 ആയിരുന്നു, ഇതിൻ്റെ അകത്ത് 10,100 10,100 ആ ലൈനിൽ വരുന്ന ഡോളർ. അപ്പോൾ അടിച്ചു കൊടുക്കുമ്പോൾ ഡോളർ സൈൻ മാത്രം അടിച്ചാൽ മതി കേട്ടോ. ഡോളർ ഉള്ളി എന്ന് പറയുമ്പോൾ ഡോളർ സൈൻ മാത്രം, പോയിന്റിന് ഇപ്പുറത്തുള്ള സെൻറ്റ് നിങ്ങൾ അടിക്കേണ്ട. ആ ഡോളർ മാത്രം അടിക്കുക. ഡോളർ മാത്രം അടിച്ചിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, 10,100 എന്ന് പറയുന്ന ലൈൻ്റെ അകത്ത് വന്ന എമൗണ്ട് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പേജാണ്. അതിനകത്ത് നമ്മളിപ്പോൾ വന്നേക്കുന്നുണ്ടോ, സെലക്ട് ദി ഓപ്ഷൻ യു വാണ്ട് ടു യൂസ്. അപ്പോൾ ഇതിനകത്ത് ഇൻറ്ററാക്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സർവീസും കൊടുക്കാം, CRA സെക്യൂരിറ്റി കോഡ് ബൈ മെയിലും കൊടുക്കാം. ഈ CRA സെക്യൂരിറ്റി കോഡ് ബൈ മെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കത്ത് വഴി ഒരു സംഭവം വരും, അതിനൊരു പാസ്പോർട്ട് പോലത്തെ സംഭവം വരും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ആ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്ത് നമുക്ക് പാസ്പോർട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എന്തെങ്കിലും വെച്ചിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഒരു സെൽഫി എടുക്കേണ്ടി വരും. പിന്നെ അത് നമ്മൾ ക്യാമറയിൽ ഷോ ചെയ്യേണ്ടി വരും. നമ്മുടെ ഫോണിൻ്റെ അകത്തോട്ട് ഇത് കണക്റ്റ് ആക്കിയിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇൻറ്ററാക്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സർവീസാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴേക്കും അത് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്താ ചെയ്യാൻ പറ്റുന്നവർ പറയാം. യു മസ്റ്റ് ബി 16 years ഓഫ് ഏജ് ഓർ ഓൾഡ്. നമ്മൾ 16 വയസ്സ് കഴിയണം. അതിന് എലിജിബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് വെച്ചാൽ കാനഡിയൻ ഡ്രൈവിംഗ് ലൈസൻസ് പറ്റും, കാനഡിയൻ പാസ്പോർട്ട് എന്ന് വെച്ചാൽ കാനഡിയൻ പാസ്പോർട്ടേ വരത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പ്രൊവിൻഷ്യൽ ID കാർഡ് എന്നൊരു സംഭവമുണ്ട്, അത് എക്സാമ്പിൾ വരെ പറഞ്ഞപ്പോൾ ഉണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്, ഒണ്ടാരിയോ ഫോട്ടോ കാർഡ്, നോ ഹെൽത്ത് കാർഡ് ഒന്നും അക്സെപ്റ്റഡ് അല്ല കേട്ടോ. ഒണ്ടാരിയോ ഫോട്ടോ കാർഡ് എന്ന് വെച്ചാൽ എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ഫോട്ടോ കാർഡാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെന്താ, ഡു നോട്ട് യൂസ് ഡോക്യുമെൻറ്റ്സ് ദാറ്റ് യു ഹാവ് റിപ്പോർട്ടഡ് ലോസ്റ്റ് ഓർ സ്റ്റോളൻ. നമ്മൾ കാണാതെ എന്നും പറഞ്ഞ് ഓൾറെഡി റിപ്പോർട്ട് ചെയ്തേക്കും, നമുക്ക് ഷോ ചെയ്യാൻ പറ്റില്ല. പിന്നെ പറഞ്ഞാൽ ഈ നമ്മൾ ഏത് ഡോക്യുമെൻ്റ് ആണോ കാണിക്കുന്നത് അതിൻ്റെ ഒരു പിക്ചർ എടുക്കുക. പിക്ചർ എടുത്തിട്ട് നമ്മൾ റിയൽ ടൈമിൽ ഇപ്പോൾ തന്നെ നമ്മളൊരു പിക്ചർ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന പിക്ചറൊന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ ദ സ്റ്റേറ്റ് ഇൻ എ വെൽ ഇൻ ലെറ്റ് സ്പോട്ട് വൈൽ അവോയ്ഡിങ് ലേർഡ് ഫ്ലെയർ ദ ഡോക്യുമെൻറ്റ് ആസ് വെൽ ആസ് പോസിബിൾ, നോട്ട് അവോയ്ഡ് എനി ഒബ്സ്ട്രക്ഷൻ ഡോക്യുമെൻറ്റ് ലൈക്ക് ഫിംഗേഴ്സ് ഷോഡ് സ്റ്റേസിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ആ ഡോക്യുമെൻറ്റിനെ മറക്കിനൊന്നും വെക്കാതെ കറക്റ്റായിട്ടൊരു കറക്റ്റ് ഒരു ടേബിളിൽ എവിടെയെങ്കിലും വെച്ച് നിഴലൊന്നും അടിക്കാത്ത രീതിയിൽ വെച്ചിട്ട് വൃത്തിക്കൊരു ഫോട്ടോ എടുക്കുക. എടുക്കുക. അതൊക്കെയാണ് നമുക്ക് ഗൈഡ് ലൈൻസ് ആയിട്ട് തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം ആ ഇൻറ്ററാക്റ്റിൻ്റെ വെരിഫിക്കേഷൻ കൊടുത്തേക്കൊണ്ടാണ് അത് വന്നേക്കുന്നത്. ഇവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴേക്കും
നോക്കട്ടെ. നമ്മളൊരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു യൂസർ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ കൺഫേം പാസ്വേഡ്. അപ്പോൾ പാസ്വേഡ് കൊടുക്കുമ്പോഴേക്കും 8 to 64 അതിൻ്റെ അകത്ത് താഴെ എഴുതിയപ്പോൾ ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ എഴുതിയപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് പോരാം കേട്ടോ. യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഇവിടെ ചെക്ക് ലിസ്റ്റ് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിലെല്ലാത്തിലും ടിക്ക് വേണം. 8 തൊട്ട് 64 വരെയുള്ള വേണോ, ഒരു അപ്പർ കേസ് ഉണ്ടോ, ഒരു ലോവർ കേസ് ഉണ്ടോ, അറ്റ്ലീസ്റ്റ് ഒരു ഡിജിറ്റെങ്കിലും വേണം, സ്പേസ് ഇടാൻ പാടില്ല, അസെൻഡഡ് ക്യാരക്ടേഴ്സ്, അങ്ങനെ എല്ലാത്തിനും ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ സാധാരണ പാസ്വേഡിലൊക്കെ നമ്മൾ അറ്റിടാറുണ്ട്, ഇതിനകത്ത് അറ്റൊന്നും പറ്റില്ല. നമുക്കാണെങ്കിൽ ഡോട്ട്, ഡാഷ്, അണ്ടർസ്കോർ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെ നോ മോർ ഫോർ ദാൻ കോൺസിക്യൂട്ടീവ് ഇൻ ദ ഐഡൻറ്റിക്കൽ ക്യാരക്ടേഴ്സ് ബോത്ത് പാസ്വേഡ് മാച്ചസ്. രണ്ടും നമ്മൾ അടിക്കുമ്പോൾ രണ്ടും കൂടി മാച്ച് ആവണം. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളെന്താണ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പം എന്താ നമ്മൾ ഇനിയിപ്പം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആട്ടോ വരുന്നത്. എത്ര ഉണ്ട് എനിക്കൊന്ന് ഇച്ചിരി ഉണ്ട്. 5 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ്, 5 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് വെച്ചാൽ ഇപ്പം ഹു വാസ് ദ ബാൻഡ് സ്റ്റാർ ഓഫ് ദ ഫസ്റ്റ് കോൺസേൺ യു അറ്റൻഡ്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിലത്തെ ഫ്രണ്ടിൻ്റെ പേരെന്താണ്, നമ്മുടെ ആദ്യത്തെ വണ്ടിയുടെ പേരെന്താണ്, അങ്ങനെ ഒരു 5 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താണ് അഡീഷണൽ സെക്യൂരിറ്റി പ്രിഫറൻസ്, ആസ്ക് മീ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഈച്ച് ടൈം, ഡു നോട്ട് ആസ്ക് മീ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ പ്രാവശ്യം ലോഗിൻ ചെയ്യുമ്പം നമ്മുടെ ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡു നോട്ട് ആസ്ക് മീ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എല്ലാ പ്രാവശ്യം ചോദിക്കാനാണ്. കാരണം അതാകുമ്പോൾ ആര് അത് ഓപ്പൺ ചെയ്യുവാണെങ്കിലും ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഒരു ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും. അപ്പം അത് ചെയ്യുക. അപ്പം ഞാൻ ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻസറും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. കൊടുത്തു കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു പേജിൻ്റെ അകത്ത് ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഫുള്ള് നമുക്ക് കാണിക്കും കേട്ടോ. അത് വേണേൽ നിങ്ങളൊരു ഫോട്ടോയൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ മറന്നു പോകത്തില്ല. എത്ര ഉള്ളൂ 5 എണ്ണം. അത് കഴിയുമ്പം പിന്നെ ഏതാണ്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴേക്കും ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് യൂസേഴ്സ് നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽസ് വായിച്ച് നോക്കാൻ സമയമുള്ളവർ വായിച്ച് നോക്കാം. എല്ലാവരും വായിച്ച് നോക്കട്ടെ, കാര്യം ഡീറ്റെയിൽസ് മൊത്തം വായിച്ചു കൊടുത്ത് കഴിയുമ്പോഴേക്കും യൂസർ ഐ ഡി നമ്മൾ നേരത്തെ അടിച്ചു കൊടുത്ത യൂസർ ഐ ഡിയും പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ ഇവിടെ ഐ എഗ്രി, ഐ ഡു നോട്ട് എഗ്രി ഉണ്ട്. നമ്മൾ ഐ എഗ്രി കൊടുക്കുക. ഐ എഗ്രി കൊടുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്, മൾട്ടി ഫാക്ടർ ഒതൻറ്റിക്കേഷൻ. നമുക്കൊരു പാസ്കോഡ് വരും. അത് നമുക്ക് വേണമെങ്കിൽ ബൈ ടെലിഫോൺ കൊടുക്കാം, പാസ്കോഡ് ഗ്രിഡ് കൊടുക്കാം, ഒതൻറ്റിക്കേറ്റർ ആപ്പ് കൊടുക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് എന്തോ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതൊക്കെ വരും. അതിൽ ഏറ്റവും നല്ല ബൈ ടെലിഫോൺ കൊടുക്കാം. അപ്പോൾ നമുക്ക് ടെലിഫോണിലോട്ട് എന്താണ് ഒരു ഷോർട്ട് മെസ്സേജ് SMS അല്ലെങ്കിൽ അവർ വെർബലി വിളിച്ച് നമ്മുടെ അടുത്ത് അതിൻ്റെ ഒരു പാസ്കോഡ് പറഞ്ഞു തരും. അപ്പോൾ ഞാനിപ്പോൾ ബൈ ടെലിഫോണാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മളിവിടെ ടെലിഫോൺ നമ്പർ ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ട ലാംഗ്വേജ് അത് ഇംഗ്ലീഷാണോ ഫ്രഞ്ച് ഏതാണോ. തൽക്കാലം നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ആഡ് ടെലിഫോൺ നമ്പർ കൊടുക്കുക. ഹോം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തിട്ട് എൻ്റർ യുവർ ടെലിഫോൺ നമ്പർ കൊടുക്കുക. 2 വട്ടം ടൈപ്പ് ചെയ്യണം കേട്ടോ. ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു വട്ടം നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിൻ്റെ ആഡ് കൊടുക്കുക. അത് എന്നിട്ട് പിന്നെ നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ കൊടുക്കും കേട്ടോ. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിലോട്ട് ഇപ്പോൾ ടെക്സ്റ്റ് വേണോ, കോൾ മീ വേണോ, അല്ലെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കാനുള്ള സംഭവം നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ടെക്സ്റ്റ് മീ കൊടുക്കുക. കാരണം വിളിച്ചിട്ട് അവർ പറയുന്നത് നമുക്ക് മനസ്സിലായാലും എടുക്കുക. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് മീ കൊടുക്കുക. അപ്പോഴേക്കും നമുക്കിപ്പോൾ ഒരു പാസ്വേഡ് വരും. ആ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് വന്നത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആസ്ക് മീ ഇൻപുട്ട് 1 ടൈം ഈച്ച് ടൈം റിട്ടേൺ ടു എല്ലാം കറക്റ്റാണോ ചെക്ക് ചെയ്യുക. എന്നിട്ട് നേരെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇതെന്താ ഐ എഗ്രി ഓക്കെ ഇതെല്ലാം നമ്മൾ ശരിയാണെന്നുള്ളത് നമ്മൾ വായിച്ച് നോക്കിയിട്ട് കൺസെൻറ്റ് കൊടുക്കുക എന്നുള്ള സാധനം എന്താണ്ട് ഐ എഗ്രി കൊടുക്കും. ഐ എഗ്രി കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇങ്ങനെ ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ നമ്മളിത് നമ്മുടെ ഫോണുമായിട്ട് എന്താണ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുള്ള പ്രോസസ്സ് തുടങ്ങാൻ പോകും. അപ്പം നമ്മുടെ ഇതിലല്ല ഫോണിൻ്റെ അകത്താണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതും നമ്മുടെ സെൽഫി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ടു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കൊടുക്കുമ്പം എന്താണ് നമ്മുടെ ഫോൺ ഇതിലിപ്പോൾ ഏതാ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ എനിക്കിപ്പോൾ ലൈസൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ അവനാണ് ലൈസൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കും. കാരണം കാനഡിയൻ പാസ്പോർട്ട് ഇല്ല, പ്രൊവിൻഷ്യൽ ഫോട്ടോ കാർഡ് നമ്മുടെ ഇല്ല. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കും. ആൻഡ് ഇത് നമ്മൾ ടിക്കറ്റ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക, കണ്ടിന്യൂ വെരിഫിക്കേഷൻ. ഇപ്പോൾ നമ്മുടെ ഫോണിലോട്ടൊരു ലിങ്ക് വരും. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ നമ്മുടെ സിസ്റ്റത്തിൽ ലാപ്പിൽ സ്ക്രീൻ ഓഫാവാൻ നോക്കണം. ഇത് ഓഫായി കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഫോണിൽ അത് കട്ടായി പോകും കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ ഗെറ്റ് സെക്യൂർ ലിങ്ക് എന്ന് പറഞ്ഞ സംഭവത്തിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നേരെ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. ഫോൺ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ സെൻഡ് ലിങ്ക് അല്ലെങ്കിൽ നമുക്ക് സ്കാൻ QR കോഡ് എന്ന് പറയാം. ഈ സെൻഡ് ലിങ്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു SMS വഴി നമ്മുടെ ഫോണിലോട്ട് ഒരു ലിങ്ക് വരും. അപ്പോൾ നമ്മളതാണ് ചൂസ് ചെയ്യുന്നത്. സെൻഡ് ലിങ്ക് കൊടുത്തു. അപ്പോൾ ആണ്ട് ഫോണിലോട്ട് ഇപ്പോൾ ലിങ്ക് വരും കേട്ടോ. ഒരു ലിങ്ക് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇനി ഈ സ്ക്രീൻ ഓഫ് ചെയ്യാൻ നമ്മൾ നോക്കണം. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തുമ്പോഴേക്കും നമ്മളൊരു ക്യാമറ ഉള്ളൊരു ഫേസിലോട്ട് പോകും. ആദ്യം ഒരു ഇൻ്റർഫേസിലോട്ട് പോകും. അതുകൊണ്ട് ഇപ്പം കണക്റ്റഡ് ടു യുവർ മൊബൈൽ എന്ന് എഴുതി കാണിച്ചു. ഇനിയിപ്പം അവിടെ നിന്ന് നമ്മൾ എന്താണ് ഡബിൾ ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരുമ്പം ഇനേബിൾ ക്യാമറ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇനേബിൾ ക്യാമറ കൊടുക്കുക. അവിടെ നമ്മൾ ആദ്യം നമ്മുടെ ലൈസൻസിൻ്റെ ഫോട്ടോ എടുക്കുക. അത് നമ്മൾ വ്യക്തമായിട്ട് എവിടെയെങ്കിലും ഇച്ചിരി വെട്ടം വെളിച്ചോളെടുത്തെടുത്ത് വെച്ചിട്ട് കൃത്യമായിട്ടൊരു ഫോട്ടോ എടുക്കുക. എൻ്റെ ഫ്രണ്ടും ബാക്കും എടുക്കണമെന്ന് ഒരു ഡൗട്ടുണ്ട്. നോക്കട്ടെ, അത് ചോദിക്കും. എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ ഫ്രണ്ട് എടുക്കണം. അതൊരു ഇച്ചിരി നേരം നമ്മൾ ആ സ്ക്രീനൊന്ന് ഓണാക്കി പ്രോസസ്സിങ് ടൈം കൊടുക്കുമ്പോഴേക്കും അത് ഫുൾ അത് ക്യാപ്ചർ ചെയ്തിട്ട് ഫ്രണ്ട് എടുക്കും. പിന്നെ ബാക്ക് ചോദിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കാം. അത് കഴിയുമ്പോൾ ബാക്ക് ചോദിക്കുന്നുണ്ട്. നമ്മൾ കഴിയുമ്പോഴേക്കും ലൈസൻസിൻ്റെ ബാക്കിലത്തെ ഫോട്ടോ എടുക്കുക. ലൈസൻസിൻ്റെ ബാക്കിലത്തെ ഫോട്ടോ നമ്മൾ ചെയ്യുമ്പോഴേക്കും അത് ഒന്ന് ലോഡാവുന്ന ടൈം കൊണ്ട് എന്താണ് ആ ഫുൾ അത് ക്യാപ്ചർ ചെയ്യും. ഒരു വ്യക്തമായിട്ടുള്ള ഫോട്ടോ ക്യാപ്ചർ ചെയ്യും. കഴിഞ്ഞിട്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സെൽഫി എടുക്കാൻ ചോദിക്കും. അത് ടേക്ക് എ സെൽഫി എന്ന് പറഞ്ഞ് തന്നപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. കാരണം നമ്മൾ ലൈസൻസിനകത്ത് ഗ്ലാസ് ഇല്ലാത്ത ഫോട്ടോ വെച്ചേക്കുന്നെങ്കിൽ നമ്മൾ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഗ്ലാസ് റിമൂവ് ചെയ്തിട്ട് ഒരു നമ്മുടെ മുഖം അതിനകത്ത് വരുന്ന രീതിയിലുള്ള ഫോട്ടോ എടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ എടുക്കുക. അപ്പം നമ്മുടെ ലാപ്പിലോട്ട് അപ്പോഴേക്കും മെസ്സേജ് വരും. 1 ഫൈനൽ സ്റ്റെപ്പ് എന്നും പറഞ്ഞിട്ട് എന്താണ് ഹിയർ ഈസ് എവറിത്തിങ് യു ഹാവ് അപ്ലോഡഡ് ഡോക്യുമെൻറ്റ് സെൽഫി. അപ്പോൾ സബ്മിറ്റ് വെരിഫിക്കേഷൻ കൊടുക്കുക. അതിനൊരു ഇച്ചിരി സമയം എടുക്കും കേട്ടോ ഇതൊന്ന് ലോഡാകാൻ വേണ്ടി. ഇങ്ങനൊരു ഇൻ്റർഫേസ് വന്നിട്ട് അത് ഇച്ചിരി ടൈം എടുക്കും അത് ലോഡാകാൻ വേണ്ടി. ഇത് ലോഡായി കഴിയുമ്പം ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയി കിട്ടും, അല്ലെങ്കിൽ ഒരു ഇറർ മെസ്സേജ് വരും. എനിക്കൊരു ഇറർ മെസ്സേജ് ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇറർ മെസ്സേജ് വരുവാണെങ്കിൽ നമുക്ക് ഈ എന്താണ് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള വെരിഫിക്കേഷൻ നമ്മുടെ പ്രോസസ്സ് ആയിട്ടില്ല, അത് കറക്റ്റ് ആവത്തുണ്ട്. ഇനി നമ്മൾ മെയിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ആ മെയിൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എനിക്കൊന്ന് 5 to 10 ഡേയ്സിനുള്ളിൽ 5 to 10 ഡേയ്സിനുള്ളിൽ നമ്മുടെ വീട്ടിലോട്ടൊരു മെയിൽ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ കത്താട്ടോ വരുന്നത്. കത്ത് വരും. കത്ത് വന്നിട്ട് അതിൻ്റെ അകത്തൊരു പാസ്കോഡ് കാണും എൻ്റെ വിശ്വാസം. ആ പാസ്കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആവും. അപ്പോൾ ഈ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ KPക്ക് എന്താണ് ഓൾറെഡി ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ പ്രോസസ്സ് മൊത്തം ശരിയായി. പക്ഷേ എനിക്കും ജെഫ്രിക്കും ശരിയായില്ല. ജെഫ്രി മെയിലിന് കൊടുത്ത് മെയിൽ വന്നു, ഞാൻ മെയിലിന് കൊടുത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശാലിൻ്റെ വിശാലിൻ്റെ വന്നിട്ടില്ല. അവന് ഇററാണ് കാണിക്കുന്ന ERR.010 എന്ന് പറഞ്ഞിട്ട് സംഭവം. അവർ സർവീസസ് ആർ നോട്ട് അവൈലബിൾ അറ്റ് ദിസ് ടൈം, ട്രൈ ദിസ് പ്രോസസ് അഗെയിൻ ലേറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ എന്താണ് എക്സിറ്റ് കൊടുക്കുക. എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ആ ഓപ്ഷൻ ചൂസ് ചെയ്യട്ടെ. ഞാൻ ഇതിനകത്തൊന്ന് കറക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. എന്തായാലും എക്സിറ്റ് അടിക്കുമ്പോൾ നേരെ നമ്മൾ സൈൻ ഇൻ ടു CR അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ ഇൻ്റർഫേസിലോട്ട് തന്നെ വരും. അവിടെ പോവുക. അവിടെ പോയിട്ട് എന്താണ്ട് ഈ മൈ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. മൈ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് വന്നിട്ട് നേരത്തെ നമ്മൾ ഈ ഓപ്ഷൻ 2-ൻ്റെ അകത്ത് CR രജിസ്റ്ററാണ് കൊടുത്തത്. പക്ഷെ നമുക്കിപ്പോൾ ഓൾറെഡി യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് CRA സൈൻ ഇൻ കൊടുക്കുക. CRA സൈൻ ഇൻ കൊടുത്തിട്ട് അവിടെ നേരെ വന്നിട്ട് ഇങ്ങനൊരു CRA കോഡ് നോട്ടിഫിക്കേഷൻ കൺഫർമേഷൻ. നേരത്തെ നമ്മൾ ഈ ഇൻറ്ററാക്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സർവീസ് കൊടുത്തു. നമ്മളിനി അത് മാറ്റിയിട്ട് നേരെ കൊടുക്കുകയെന്ന് വെച്ചാൽ CRA സെക്യൂരിറ്റി കോഡ് ഓൺലൈൻ വിത്തിൻ 5 to 10 ഡേയ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ അത് നേരെ കൊടുക്കുക. അത് നേരെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അടിച്ചതുപോലെ തന്നെ നമ്മുടെ എന്താണ് സോഷ്യൽ ഇൻഷുറൻസ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും പോസ്റ്റൽ കോഡും അടിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഒന്ന് അടിച്ചു കൊടുത്തിട്ട് കേട്ടോ പേജ് എന്ന് വെച്ചാൽ ഇങ്ങനെ കേട്ടോ CRA സെക്യൂരിറ്റി കോഡ് നോട്ടിഫിക്കേഷൻ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നേരത്തെ കൊടുത്ത അഡ്രസ്സിലോട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പറയുന്നത് ആസ് എ സെക്യൂരിറ്റി മെഷർ വി വിൽ മെയിൽ യുവർ CRA സെക്യൂരിറ്റി കോഡ് ടു യുവർ അഡ്രസ് ഓൺ റെക്കോർഡ് വിത്ത് ദ CRA യു ഷുഡ് റിസീവ് ഇറ്റ് വിത്തിൻ 5 to 10 ഡേയ്സ്. അപ്പോൾ 5 ദിവസം തൊട്ട് 10 ദിവസത്തിൽ നമ്മുടെ അഡ്രസ്സിലോട്ട് അങ്ങ് ഒരു കത്ത് വരും. അപ്പോൾ കത്ത് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നെക്സ്റ്റ് കൊടുത്ത് ഇറർ കാണിക്കുമായിരിക്കും മിക്കവാറും. അതാണ്ട് ഇങ്ങനൊരു പേജ് വരും. എന്ന് വെച്ചാൽ നമുക്ക് ലിമിറ്റഡ്, ഇത് ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഓപ്ഷൻ കൊടുത്തതാണ്. നമുക്കൊരു ഓപ്ഷൻ വരും. എന്താണ് നമുക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ നമുക്ക് ലിമിറ്റഡ് ആക്സസിൻ്റെ അകത്ത് നമുക്ക് CRA അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നമ്മുടെ CRA അക്കൗണ്ട് ഓപ്പൺ ആയി. ഇപ്പോൾ വിശാലിൻ്റെ പേരുള്ള CRA അക്കൗണ്ടാണിത്. അക്കൗണ്ട് ഓപ്പൺ ആയി. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒന്നും ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറയുമ്പോഴേക്കും ഇൻഫോർമേഷൻ അൺഅവൈലബിൾ അറ്റ് ദിസ് ടൈം എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് ലിമിറ്റഡ് ആക്സസേ ഉള്ളൂ. നമുക്ക് കണ്ട് 2023 റിട്ടേൺ വാസ് അസസ്ഡ് ഓൺ April 11, 2024 കാണിക്കുന്നുണ്ട്. പിന്നെ അക്കൗണ്ട് അങ്ങനെ അവൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് കാണിക്കും. കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസൊന്നും കാണിക്കില്ല. സോ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ആയി കിട്ടും. പിന്നെ 5 ദിവസം തൊട്ട് 10 ദിവസത്തിനുള്ളിൽ പോസ്റ്റ് വഴിയാണ് വരുന്നത്. പോസ്റ്റ് വഴി
5 മുതൽ 10 ദിവസത്തിനുള്ളിൽ നമുക്കൊരു CRA സെക്യൂരിറ്റി കോഡ് വരും. അപ്പം ഇവിടെ ഈ പേജ് തന്നെ ഓപ്പൺ ആക്കി നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എൻ്റർ ചെയ്യുക, CRA സെക്യൂരിറ്റി കോഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് വന്ന ആ ഒരു കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്ത് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ CRAയുടെ നമ്മൾ കനേഡിയൻ റവന്യൂ ഏജൻസിക്കകത്ത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ടാക്സ് എന്നാണ് വരുന്നത്, എത്ര രൂപ വെച്ച് എത്ര എമൗണ്ട് ഒക്കെയാണ് നമുക്ക് മാസം കിട്ടാനുള്ളത്, ഏത് ഡേറ്റ് വരും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയൊക്കെ ഉള്ളൂ ഇന്ന് കാണിക്കാനും പറയാനും ഒക്കെ. പിന്നെ അടുത്തൊരു വീഡിയോ എല്ലാവരും കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ഫ്രം നൈസിക് ദ വ്ലോഗർ. ബൈ.